നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയന്റെയും അപ്രതീക്ഷിത വിയോഗം ഇറാനെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഇന്നുവരെ. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇവരുടെ എല്ലാവരുടെയും ഭൗതിക ശരീരം ഖബറടക്കം നടത്തും. ജന്മനാടിൽ തന്നെയാണ് ഖബറടക്കം നടത്തുന്നത്. അസർബൈജാൻ അതിർത്തിയിൽ പുതുതായി പണികഴിപ്പിച്ച ക്വിസ് ഖലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് ശേഷം ഇറാൻ നഗരമായ തബ്രിസിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഒരു വൈകുന്നേരത്തോടുകൂടി ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ രാവിലെയോടുകൂടിയാണ് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഹെലികോപ്റ്റർ കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ ഹെലികോപ്റ്ററിന് സമീപത്തായി ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് വിശദമായ രീതിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിലുള്ള മൃതദേഹം അവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചത്. നിലവിൽ ഇപ്പോഴും അപകട കാരണം എന്താണ് എന്നുള്ള അന്തിമ സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. അത്തരം റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. പക്ഷേ അതൊരു അപകട മരണമാണെന്ന് വിശ്വസിക്കാൻ തന്നെയാണ് ഇറാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മൂടൽ മഞ്ഞും മഴയും മൂലം മോശം കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ ഇറാനിലെ ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ ജോൾഫക് അടുത്തുള്ള വനമേഖലയിൽ ഇടിച്ചിറക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഇതുമൂലമുണ്ടായ തീപിടുത്തമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. അതേസമയം അട്ടിമറി സാധ്യതകൾ ഉൾപ്പെടെ തള്ളിക്കളയാനും ഇറാൻ തയ്യാറാകുന്നുമില്ല. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത് എന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംശയമുനകൾ ഇസ്രായേലിന് നേരെ തന്നെയാണ് ഇപ്പോഴും നിഴലിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് റഷ്യയ്ക്ക് വൻതോതിൽ ആയുധങ്ങൾ നൽകിയതിലൂടെ യൂറോപ്പിനെ കൂടുതൽ പ്രകോപിപ്പിച്ച നേതാവ് കൂടിയാണ് ഇബ്രാഹിം റൈസി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വൈര്യം വർഷങ്ങളായി തുടരുന്നുമുണ്ട്. ഈ ഒരു അപകടത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ ഇടപെടലുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന രീതിയിലുള്ള സിദ്ധാന്തങ്ങൾ ഇതിനോടകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ചരിത്രപരമായ വൈര്യം കണക്കിലെടുക്കുമ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രായേൽ ആകാമെന്ന് ചില ഇറാനികൾ അനുമാനിക്കുന്നു എന്നാണ് എക്കണോമിസ്റ്റിലെ ഒരു റിപ്പോർട്ട് പറയുന്നത്. ദമാസ്കസിലെ എംബസിയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാനിയൻ ജനറൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അടുത്തിടെ ഇസ്രായേൽ വധിച്ചിരുന്നു. തുടർന്ന് ഇറാൻ ഇസ്രായേലിലേക്ക് വലിയ തോതിൽ മിസൈൽ അയച്ചുകൊണ്ട് തിരിച്ചടിച്ചു. ഈ ആക്രമണത്തിന് ശക്തമായ ഭാഷയിലുള്ള മറുപടി ഉണ്ടാകുമെന്ന് അന്ന് തന്നെ ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ വാക്കുകളെ ഇപ്പോഴത്തെ അപകടവുമായി കൂട്ടി വായിക്കുകയാണ് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഇറാന്റെ താൽപര്യങ്ങൾക്കെതിരായ നീക്കങ്ങൾക്ക് പേരുകേട്ടവരാണ്. സമാനമായ രീതിയിൽ ഓപ്പറേഷൻ അവർ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു രാജ്യത്തിന്റെയും തലവനെ അവർ ഇതുവരെ ലക്ഷ്യമിട്ടിട്ടുമില്ല. എന്നിരുന്നാലും സാധ്യത തള്ളിക്കളയാനാവില്ല. കഴിഞ്ഞ ദിവസം തന്നെ ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നത് മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള വ്യക്തി തന്നെയാണ് റൈസി. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയാതെ ഒരു ഈച്ചക്കുഞ്ഞു പോലും അവിടെ ചലിക്കുകയില്ല, അല്ലെങ്കിൽ മൊസാദിന്റെ പ്രവർത്തനങ്ങളിൽ അന്തിമ തീരുമാനം നടത്തേണ്ടത് അത് നെതന്യാഹു തന്നെയാണ്. നെതന്യാഹു ശരി എന്ന് മൂളാതെ ഇതുവരെ മൊസാദ് ഒരു കാര്യം ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ റൈസിയുടെ മരണത്തിൽ മൊസാദിന് തലയിൽ കുറ്റം കെട്ടിവെക്കാമെന്ന് ആരും കരുതേണ്ടതില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത്. അതേസമയം തന്നെ ഇത്തരം ഒരു കടുത്ത നീക്കത്തിലേക്ക് ഇസ്രായേൽ തയ്യാറാവില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലെ പ്രസിഡന്റിനെ വധിക്കുന്നത് നേരിട്ടുള്ള കടുത്ത യുദ്ധത്തിലേക്ക് നയിക്കും. ലോകരാജ്യങ്ങളും വലിയ തോതിൽ ഇസ്രായേലിന് എതിരായേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കത്തിന് ഇസ്രായേൽ മുതിരില്ല എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. കാരണം ഇപ്പോഴും ഖബറടക്കം നടക്കുമ്പോഴും ഇപ്പോഴും അത് മൊസാദിന്റെ മുദ്രയുള്ള അപകടമാണ് എന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം റിപ്പോർട്ടുകൾ വീണ്ടും ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നത്.